ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിച്ചൺ ടെയിൽസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു പ്രോൺസ് പുലാവാണ്. അപ്പം ഈസി ആയിട്ട് എങ്ങനെ കുക്കറിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഞാനിവിടെ ഒരു 450 ഗ്രാം പ്രോൺസ് ആണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ അതിനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഈ മാരിനേറ്റ് ചെയ്ത പ്രോൺസിന് കുറഞ്ഞത് 15 മുതൽ ഒരു 30 മിനിറ്റ് വരെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. ഇവിടെ 2 ഉള്ളി, 1 തക്കാളി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിച്ചപ്പുമാണ് വേണ്ടത്. ആദ്യം തന്നെ കുക്കർ ഒന്ന് ചൂടാക്കി അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ പ്രോൺസ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം ഓവറായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ഒരു ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പ്രോൺസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പം ഞാനിവിടെ എല്ലാ പ്രോൺസും ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ കുക്കറിൽ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ചേർത്തിട്ട് എല്ലാം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നോർമലി ഉപ്പ് ചേർക്കുന്നത് പെട്ടെന്ന് തന്നെ ഉള്ളി നല്ലോണം വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിവിടെ ഉപ്പെല്ലാം ചേർത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം തക്കാളിയും കൂടി ചേർത്ത് എല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കി എടുക്കാം. അപ്പം തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഞാനിവിടെ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഗരം മസാല വഴണ്ടി വരുന്ന സമയത്ത് ബാക്കി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് എല്ലാം ഇതിലേക്ക് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ മസാലയും കൂടി പ്രോൺസിൽ പിടിച്ചതിന് ശേഷം കുറച്ച് മല്ലിയില ഞാൻ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില ഇതിലേക്ക് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 2 കപ്പ് ഉണ്ട്. അങ്ങനെ 2 കപ്പ് ജീരകശാല അരി ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഗ്രാമ്പു, പട്ട, ഏലക്ക, ഏകദേശം എല്ലാം ഒരു 2 ഗ്രാമ്പു, ഒരു 2-3 ഏലക്ക, പിന്നെ ഒരു ചെറിയൊരു ബേ ലീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം 2 കപ്പിന് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സെയിം കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ച് ഏത് കപ്പിലാണോ നമ്മൾ അരി എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ വേണം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു 1/2 കഷ്ണം ചെറുനാരങ്ങൻ്റെ നീരും കുറച്ച് മല്ലിയിലയും പിന്നെ 1 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. പ്രോൺസ് വേവാൻ അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ വെറും 2 വിസിൽ മതി. അപ്പോൾ 2 വിസിൽ വന്നതിന് ശേഷം ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു പ്രോൺസ് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടും. നമുക്ക് സ്കൂളിലേക്ക് ലഞ്ചിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് സ്പ്രിംഗ് ഓനിയൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വെറും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പ്രോൺസ് പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക്